ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഗൈഡൻസ് മെസ്സേജ് കൂടി നോക്കാം. യൂണിവേഴ്സ് എന്ത് പറയുന്നു ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ കൂടെ വിചാരിച്ചുകൊണ്ട് തന്നെ പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് എനർജി സെറനിറ്റി ആണ് വന്നിട്ടുള്ളത്. ജനറോസിറ്റി ഒരു കാർഡും കൂടി എടുക്കാം. വിഷ്വലൈസ്, ഈ 3 എനർജീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വളരെ ശാന്തമായിട്ടിരിക്കാനാണ്. അപ്പോൾ ഒരുപക്ഷെ മനസ്സിനകത്ത് വളരെയധികം പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി പോകുന്നവരായിരിക്കാം. എപ്പോഴും ഭയങ്കര ആങ്സൈറ്റി, അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാന്തമായിട്ടിരിക്കാൻ, മനസ്സിനെ ആ ഒരു കാംനെസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സ് ശാന്തമാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഒരു ഊർജ്ജം ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നത് ആ ഒരു സമയത്താണ്. മൈൻഡ് എപ്പോഴും പാനിക്കായിട്ടിരിക്കുക, ഡിസ്റ്റർബായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രവർത്തികളിലും അല്ലെങ്കിൽ നമ്മളുടെ പല ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. കൂടുതലും നമുക്ക് ഒരു ആങ്സൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പാനിക്കായിട്ടിരിക്കുന്ന വ്യക്തി എടുക്കുന്ന ഒരു ഡിസിഷനും വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ എടുക്കുന്ന ഡിസിഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശാന്തതയിലേക്ക് മടങ്ങി വരിക, അല്ലെങ്കിൽ ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്ത് അത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ജനറോസിറ്റി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അതൊരു ഫിനാൻഷ്യൽ ഹെൽപ്പ് തന്നെ ആവണമെന്നില്ല. ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചിലവർ നമ്മളുടെ വീട്ടിലുള്ളവർക്ക് പോലും ആവശ്യത്തിനൊരു സമയം കൊടുക്കില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ടൈം കണ്ടെത്തില്ല. കാരണം നമ്മളാകെ വിഷമത്തിലാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മളുടെ ഊർജ്ജം കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു സമയം പോലും കൊടുക്കാൻ ചിലപ്പോൾ തയ്യാറാവാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തം കടമകൾ മറന്നു പോകുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളുടെ ടൈം ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാനില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി കൊണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഒരു അവർക്കൊരു ഫുഡ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പോലും ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സഹായവും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടി ആളുകളായിട്ട് മിങ്കിൾ ചെയ്യേണ്ടുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടും കൂടി കാണുന്നുണ്ട്. ചിലപ്പോൾ വളരെയധികം ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു ലോൺലിനെസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും അത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്ത് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അത് വളരെ എടുത്ത് കാണുന്നുണ്ട്. ആൻഡ് ഫൈനലി വിഷ്വലൈസ് എനർജിയാണ്. അപ്പോൾ വിഷ്വലൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യാൻ നേരത്തെ നമ്മളുടെ മനസ്സിനകത്താണ് ആദ്യമേ ഉത്തമമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ചിന്താഗതി ഉണ്ടാവേണ്ടത്. ഞാൻ വിചാരിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ എനിക്ക് കഴിയും, അല്ലെങ്കിൽ യൂണിവേഴ്സ് എനിക്കതിന് സപ്പോർട്ട് തരും എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മളത് വിഷ്വലൈസ് ചെയ്യാൻ. അതിന് പകരമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് തന്നെ ഉറപ്പില്ല നമ്മളുടെ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. യൂണിവേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ഒരു ഫലം ഉണ്ടാവില്ല. അപ്പോൾ എന്താണോ നമ്മളുടെ ഒരു ആഗ്രഹം, അത് അത് വളരെ ജെന്യുവിനായിട്ട് നമുക്ക് മൈൻഡിൽ കൊണ്ടുവരാനായിട്ട് കഴിയണം. ആ ഒരു രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശാന്തമായിട്ട് വരാൻ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മൈൻഡിനൊരു പീസ്ഫുൾ മൈൻഡ് ഉണ്ടാവേണ്ടുന്നൊരു ആവശ്യകത കാണിക്കുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെയുള്ള ഹെൽപ്പ് മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വളരെ ഉറച്ച ഒരു ബോധ്യത്തോടു കൂടി അത് നിങ്ങൾ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഡിറ്റർമിനേഷൻ വേണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ നമുക്കിനി
നെക്സ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഡെവിൾ എനർജിയാണ്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഒരുപാട് ഒബ്സഷൻ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം വല്ലാതെ ബുദ്ധിമുട്ടിയ ആൾക്കാരായിരിക്കണം. സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ പറ്റില്ല, എനിക്ക് ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഉണ്ടായേ പറ്റൂ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളും അടിയും ബഹളം വഴക്ക് അല്ലെങ്കിൽ ചീറ്റിങ്ങോ തേർഡ് പാർട്ടി സിറ്റുവേഷനോ എന്തൊക്കെ നിങ്ങൾ തമ്മിലുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത്രയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വേണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആരുടെയൊക്കെയോ എനർജിയാണ്. അപ്പോൾ സഫറിങ്സും ഒട്ടും കുറവല്ല, എങ്കിലും വിട്ടുകളയാനായിട്ട് കഴിയേയില്ല. അങ്ങനെയുള്ളൊരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെക്കുറിച്ച് ഡീപ്പ് ഇമോഷണൽ തോട്ട്സ് ഉള്ളൊരു പേഴ്സണാണ്. ഒരുപാട് ഫീലിങ്സ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്. അതായത് മാനസികമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ്, സ്നേഹം ഒക്കെ നല്ലതുപോലെ ഉള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. കാരണം ഈ ഒരു വ്യക്തി കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളായിരിക്കാം. ഇമോഷൻസ് വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടെന്ന മറ്റൊരു ആസ്പെക്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാം, ആ ഒരു അവസ്ഥയിലാണ് പേഴ്സണെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹമുള്ള, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇമോഷൻസ് വളരെ ശക്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇമോഷണലി വളരെയധികം ദുഃഖിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നൊരു പേഴ്സണും കൂടി ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ നേച്ചറാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് നമുക്കൊരു കാര്യം ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടാവാം. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും അവസ്ഥ ഈ ഒരു തരത്തിലാണ്. എന്താണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് വരാനായിട്ട് പോകുന്നതെന്നുള്ളത്. Okay, totality, slowing down, experiencing breakthrough, guilt, possibilities, new vision, transformation, conditioning, abundance, and the lovers. അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഓവറോൾ എനർജി നോക്കിയപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് അത്രയും അനിവാര്യമായിട്ട് കാണുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അവരില്ലാതെ നിങ്ങളില്ല എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി
ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്ന, നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമിക്കുന്ന ഒരു പേഴ്സണാണ് ആ ഒരു വ്യക്തി. ഒരുപക്ഷേ നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ട് നിങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും വളരെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം മാറി നിൽക്കുന്നവരോ, റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടല്ല കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആഹ്, രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, എൻ്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെയാണോ? എന്താണ് ഇതിനൊരു അവസാനം? അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല എന്നുള്ളൊരു രീതിയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അതായത് ഒന്ന് കൺഫ്യൂസ്ഡ് ആവുക, അല്ലാന്നുണ്ടെങ്കിൽ കൈവിട്ട് പോവോ എന്നുള്ളൊരു ആഹ്, ആശങ്ക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നില്ല. എല്ലാത്തിനും ഒരു ഡിലേ കാണുമ്പോൾ തന്നെ ചിലർ വളരെയധികം തകർന്നു പോകും. അതായത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു എല്ലാത്തിനും ഒരു സ്ലോ മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചത് അവർക്കത് ഓവർകം ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ഭയങ്കര സ്ട്രഗിൾ ആയിട്ട് അവർക്ക് തന്നെ അത് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ടഫ്നെസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു തകിടം മറിയാന്ന് പറയില്ലേ, കാര്യങ്ങൾ പെട്ടെന്ന് തകിടം മറിഞ്ഞു. അതായത് ഒരു കാര്യം ഇങ്ങനെ യൂഷ്വൽ പാറ്റേണിൽ പോവാണ്, ബുദ്ധിമുട്ടുണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്, വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അങ്ങനെ അങ്ങ് പോവാണ്. ചിലപ്പോൾ നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടോ ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ എൻഡ് വരെ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പോലും അറിയാതെ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടൽ ഉണ്ടാവാറുണ്ട്. അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഫിനാൻഷ്യലുള്ള കാര്യങ്ങളിൽ വരെ നമ്മളിപ്പോൾ പലരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും ആവാതിരിക്കുന്നവരായിരിക്കും. അതിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ കിടന്ന് നക്ഷത്രം എണ്ണുക എന്ന് പറയുന്ന പോലെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടാവാം. ഒരുപാട് നാളത്തെ സമ്പാദ്യം അതിനകത്ത് ചിലവാക്കിയിട്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അത് ചിലപ്പോൾ ഇട്ട് തള്ളി കളയേണ്ടി വരുമെന്ന് ചിന്തിക്കുന്നതായിരിക്കാം. പക്ഷെ അപ്പോൾ പെട്ടെന്നുള്ളൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ചിലർക്ക് ആ ഒരു സമയത്ത് ലോട്ടറി അടിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ധനം കൈവന്നിട്ട് അവരുടെ ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി മറിയുന്നൊരവസ്ഥ. അവർ പോലും സ്വപ്നത്തിൽ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ഷിഫ്റ്റ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് ആ ഒരു ബ്രേക്ക് ത്രൂ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അടുത്തറിയാൻ പോകുന്ന, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു ഡെപ്തിലേക്ക് പോകാൻ പോകുന്ന കുറച്ച് ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എക്സ് ഓർ വൈ ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം കണക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലോകം എന്നവർ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ചേഞ്ച് പെട്ടെന്ന് ഇന്നിരുന്ന നാളെ എന്ന് പറയുന്ന പോലെയല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അനുഭവിക്കേണ്ടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലുള്ളൊരു മാറ്റം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് പോയിട്ടൊരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫേക്ക്നെസ് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനൊക്കെ നിങ്ങളുടെ പേഴ്സണ് കഴിയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാവാൻ പോകുന്നൊരു സമയം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു എനർജീസിൽ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രേക്ക് ത്രൂ എനർജി, അതുപോലെ ന്യൂ വിഷൻ, ട്രാൻസ്ഫോർമേഷൻ എനർജി, കണ്ടീഷനിങ് ആൻഡ് ലവേഴ്സ്. ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവാനുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവസാനിക്കാൻ, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിവർത്തനമായിരിക്കാം. മാത്രമല്ല റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ ഒരു നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് നിങ്ങളുടെ എനർജിയിൽ ആ ഒരു ഡബിൾ എനർജിയാണ്. ദാറ്റ് മീൻസ് ഒരു സ്നേഹം അല്ലെങ്കിൽ പാർട്ട്ണറോടുള്ള ഒരു താല്പര്യം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതില്ലെങ്കിൽ അതൊരു നമുക്കൊരു ലഹരി പോലെ, ആ ഒരു പേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും അല്ലാതായി പോകുന്നു എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ. അതായത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഒരു പൊസസീവ് സ്റ്റേറ്റ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കുള്ള ആ ഒരു സ്നേഹം മുഴുവൻ കൊണ്ടേ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷനിങ് എനർജിയാണ്. കണ്ടീഷനിങ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്ത് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ആഹ്,
ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങൾ വട്ടപൂജ്യമാണെന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളിലും ഒരു സ്വസ്ഥതയും സമാധാനമൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങളെ തിരിച്ചറിയാനായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്കത് കഴിയും എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് നോക്കിക്കാണാനായിട്ട് കഴിയും. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ മറച്ചു വെച്ച് പോയതോ അങ്ങനെയൊക്കെയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോയൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ക്ലാരിറ്റി നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ലഭിക്കും. നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഫേക്ക്നെസ് കാണിച്ചൊരു പേഴ്സൺ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മറച്ചു വെച്ചൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ നോവിച്ചിട്ടുള്ളൊരു പേഴ്സണും ആയിരിക്കാം. നമ്മൾ കാര്യം ഇപ്പോൾ നോക്കിയപ്പോൾ അവർക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്ന് കണ്ടെങ്കിലും നമ്മൾ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റിവിറ്റി ഒരു പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റ് തിരിച്ച് അറിഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് ശരിക്കും ഒരു ആഹ്, എന്താ പറയുക, ഒരു യഥാർത്ഥമായിട്ടുള്ള അവരുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തെറ്റ് പറ്റിയാലും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. ഇനി സ്വയം മനസ്സിലായി കഴിഞ്ഞാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണോട് സോറി പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് സമ്മതിക്കാത്ത പേഴ്സൺസ് ഉണ്ട്. അതായത് അവർക്ക് ഈഗോ ഉള്ളതുകൊണ്ടായിരിക്കാം സമ്മതിച്ചു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, സ്വയം ചെറുതാവാനുള്ള ഒരു മടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് അവർ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ലാസ്റ്റ് 2 എനർജീസ് ആണെന്നുണ്ടെങ്കിലും അബണ്ടൻസ് ആൻഡ് ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ നമ്മളിത് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു അബണ്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന അബണ്ടൻസ് ആണ്. ഇപ്പോൾ എന്താണോ ഇവിടെ ഇല്ലാതിരിക്കുന്നത്, ചിലപ്പോൾ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സമയമായിരിക്കും. അല്ലെങ്കിൽ മനസ്സിനകത്ത് ആ സ്നേഹം വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് അത് പുറമേ കാണിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സമൃദ്ധിയിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളും എന്തൊക്കെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ആ ചോയ്സ് ഉണ്ടെങ്കിലും അതിനേക്കാൾ മേലെ നിങ്ങളുടെ ആ ഒരു ഡീപ്പ് ബോണ്ടിങ്ങിന് സാധ്യത വരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ആ ഒരു സോൾ കണക്ഷൻ പോലെ ഡീപ്പ് ആവാൻ പോകുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടും കൂടി നമുക്കിവിടെ കാണാം. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. പെട്ടെന്ന് നമ്മൾ ഇരുന്നിട്ട് എണീക്കുക എന്ന് പറയുന്ന പോലെ സഡൻ ആയിട്ടല്ല, കുറച്ചൊരു ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു മേജർ ട്രാൻസ്ഫർമേഷൻ കടന്ന് വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ എനർജിയിൽ ആ ഒരു ഡെവിൾ എനർജിയും കൂടി കയറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് അനാവശ്യമായിട്ടുള്ളൊരു ഓവർ ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മൈൻഡ് കാം ആക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യമേ എടുത്തപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് മെസ്സേജിനകത്ത് പോലും നമുക്ക് കിട്ടിയത് കാംനെസ് ആണ്. അപ്പോൾ അതായത് അനാവശ്യമായിട്ടുള്ള ആദി, ഉത്കണ്ഠ, ഫിയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുകയാണ്. ഇന്നിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നടന്നു, അത് നടന്നുകൊണ്ടിരിക്കുന്നു, അതിന് ചില അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അത് വെറുതെ വന്നതല്ല. ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. യൂണിവേഴ്സ് എനിക്ക് ഏറ്റവും ദി ബെസ്റ്റ് കൊണ്ടുവരട്ടെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കാരണം ആദ്യമേ തന്നെ നമ്മൾ ഗൈഡൻസ് മെസ്സേജ് ഒക്കെ എടുത്തതാണ്. യൂണിവേഴ്സിന് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാനുള്ള മെസ്സേജ് എടുത്ത് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പോലും. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതായിക്കോട്ടെ. നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജീസ് ഉൾപ്പെടെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് അത് ക്ലെയിം ചെയ്യും. ഒരിക്കലും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടോ കൺഫ്യൂസ്ഡ് മൈൻഡിൽ നിന്നുകൊണ്ടോ അല്ല, വളരെ പോസിറ്റീവായിട്ട് നമുക്ക് യൂണിവേഴ്സിനോട് ആവശ്യപ്പെടാമല്ലോ. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.